اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهد الله أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط لا إله إلا هو العزيز الحكيم. അഭിവന്യരായ സാദാത്യങ്ങളെ, ഉലമാക്കളെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരെ, വളരെ സുദീർഘമായ ഒരു പ്രഭാഷണം ഈ സന്ദർഭത്തിൽ അത്ര യോജിച്ചതല്ല. 4 മണിക്ക് ആരംഭിച്ച സമ്മേളനമാണ്. അല്ലാഹു നമ്മളുടെ പ്രവർത്തകർക്ക്, ഇത് സംഘടിപ്പിച്ചവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട നമ്മുടെ ബദറുദ്ദീൻ തങ്ങളും ഇവിടെയുള്ള നമ്മുടെ പ്രവർത്തകരും വളരെ പ്രയാസപ്പെട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. സദസ്സിൽ വന്നപ്പോഴേ, സ്റ്റേജിൽ വന്നപ്പോഴേ ഇന്ന് വളരെ സന്തോഷമുണ്ട്. നമ്മളെ തങ്ങളുടെ മകൻ ഡോക്ടറാണ്, MBBS പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ആ കുട്ടിക്ക് വിദ്യാഭ്യാസം എളുപ്പാക്കുമാറാവട്ടെ. ഈ പരിപാടിയുടെ സംഘാടകനായി സദസ്സിൽ കണ്ടപ്പോഴേ വളരെ സന്തോഷം തോന്നി. പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രബോധന മേഖലയിൽ നമുക്ക് വിദ്യാസമ്പന്നരും കഴിവുള്ളവരുമായ ചെറുപ്പക്കാരെ അല്ലാഹു ഔദാര്യമായി നൽകുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത്, അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ജീവിതകാലം മുതൽ ദീനിന്റെ പ്രബോധനം നിർവഹിക്കേണ്ടവരാരാണെന്ന് സൂചിപ്പിക്കുകയാണ്. ആദിമ പ്രബോധിത സമൂഹം, അതായത് ബഹുമാനപ്പെട്ട സഹാബത്ത് റളിയല്ലാഹു അൻഹു, അവരെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹു സൃഷ്ടിച്ച ഖൈറായൊരു ഉമ്മത്താണ് നിങ്ങൾ. ആ കുൻതും എന്ന ഖിതാബ് സഹാബത്തിനോട് മാത്രമുള്ളതാണ്. ഖൈറു ഉമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ബഹുമാനപ്പെട്ട സഹാബത്ത് റളിയല്ലാഹു അൻഹുവാണ്. ഈ ആയത്തിന്റെ വിശദീകരണം എന്നോണം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖൈറുൽ ഖുറൂനി ഖർനി. അന്നദാനം ശൈഖുനാന്റെ പേരിൽ ഉണ്ടാക്കിയ ഭക്ഷണ വിതരണം ഉണ്ട്. അതിൽ കയറിയിരിക്കും, ഭക്ഷണം ഉടനെ എത്തും. അതൊക്കെ വാങ്ങിയിട്ട് എല്ലാവരും പോകും. അപ്പൊ ഏറ്റവും ഖൈറായ ഉമ്മത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്താണ്. ഖൈറുൽ ഖുറൂനി ഖർനി. ഇത് പറഞ്ഞിട്ട് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, ആ സഹാബത്തിന്റെ വിശേഷണം അല്ലാഹു റബ്ബുൽ ഇസ്സ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, തഅ്മുറൂന ബിൽ മഅറൂഫ്. തഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങൾ ഹലാല് കൊണ്ട് കൽപ്പിക്കുന്നവരാണ്. തഅ്മുറൂന ബിൽ മഅറൂഫി, നിങ്ങൾ മഅറൂഫ് കൊണ്ട് കൽപ്പിക്കുന്നവരാണ്. വതൻഹൗന അനിൽ മുൻകർ, മുൻകറുകളിൽ നിന്ന് നിങ്ങളെ ജനങ്ങളെ തടയുന്നവരാണ്. എന്താ മുൻകർ പറഞ്ഞാല്? ഇപ്പൊ ഒരു പുതിയ കാലാണല്ലോ, നാസർ ഫൈസി പറഞ്ഞാതിരി എല്ലാരും ഫുഖഹാക്കളും എല്ലാരും ഫഖീഹും എല്ലാരും അംറ് കൊണ്ട് കൽപ്പിക്കുന്നവരും നഹി കൊണ്ട് വിരോധിക്കുന്നവരൊക്കെ. ചിലപ്പോ ചില ട്രയലിൽ മഞ്ചേരിയിൽ നിന്ന് ചില ആളുകൾ മഞ്ചേശ്വരത്ത് ഇറങ്ങിയിട്ട് ഇങ്ങനെ കൽപ്പിക്കാൻ പറ്റും അല്ലേ? ഒരു ബാഗും തോളിട്ട് നമ്മുടെ ആന്ധ്രയിൽ നിന്ന് വെള്ളപ്പൊക്കക്കാർ വരുന്നത് പോലെ ഇങ്ങനെ നാട് മുഴുവൻ തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ എന്ന് പറയുന്നത്.
ബഹുമാനപ്പെട്ട ശൈഖ് ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് മനോഹരമായ ഒരു വിശദീകരണം കൊടുത്തുകൊണ്ട് മഹാനവറുകൾ പറയുന്നുണ്ട്, തുഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ എന്ന് പറഞ്ഞത് സഹാബികളെ വിശേഷിപ്പിച്ചതാണ്. സഹാബികൾക്കൊരു വസ്ഫ് പറഞ്ഞതാണ്. വആദിഹിൽ വസ്ഫു യഖൂമു ഫീ മഖാമിൽ ഇല്ലത്തി. നിങ്ങൾ ഖൈർ ഉമ്മത്താകണമെങ്കിൽ നന്മ കൊണ്ട് കൽപ്പിക്കുന്നവരും തിന്മ കൊണ്ട് വിരോധിക്കുന്നവരുമാകണം. ഖൈർ ഉമ്മത്ത് എന്ന് പറയപ്പെടുന്നത് ജന്മനാ സിദ്ധിക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് ഖൈർ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ നന്മ കൊണ്ട് കൽപ്പിക്കുന്ന തിന്മ കൊണ്ട് വിരോധിക്കുന്ന സ്വഭാവമുള്ളവരാണ്. മുൻകർ എന്ന് പറഞ്ഞാൽ എന്താ? തിന്മ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നൊരു പുതിയ കാലാണ്. തിന്മ നമ്മൾ നിശ്ചയിക്കാണ്. 4 ആള് കൂടി തിന്മ കണ്ടുവച്ചു, അവൻ തിന്മയെ എതിർത്തു. വേറൊരാളെ ഭാഷയിൽ പറഞ്ഞ അതാണ് തിന്മ, വേറൊരാളെ ഭാഷയിൽ പറഞ്ഞ ഇതാണ് തിന്മ, വേറൊരാളെ ഭാഷയിൽ പറഞ്ഞ മറ്റൊന്നാണ് തിന്മ. അല്ലെ? തിന്മകളുടെ ഡെഫിനേഷൻ മാറിക്കൊണ്ടിരിക്കുന്നു. والمنكرات ما اتفق عليه أئمة الأربعة بغير اختلاف بينهم. തുഹ്ഫയുടെ മത്നാണ് വൽ മുൻകറാത്ത്. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ തൻഹൗന അനിൽ മുൻകർ എന്ന് പറഞ്ഞ മുൻകറാത്ത് മത്തഫഖ അലൈഹി അഇമ്മത്തുൽ അർബഅ, 4 മദ്ഹബിന്റെ ഇമാമികൾ ഏകാഭിപ്രായ പ്രകാരം ഹറാമാണെന്ന് പറഞ്ഞ കാര്യമാണ്. മിൻ ഗൈരി ഖിലാഫിൻ ബൈനഹും, അതിനിടയിൽ അവർക്കിടയിൽ ഖിലാഫ് ഉണ്ടാവരുത്. ഒന്നുകൂടി, എന്താ മുൻകർ എന്ന് പറഞ്ഞാൽ? 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ ഹറാമാണെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധം ഏകാഭിപ്രായ പ്രകാരം ഒരു കാര്യം ഹറാമാണെന്ന് പറഞ്ഞാൽ അതാണ് ശറഈല മുൻകർ. മനസ്സിലാവുണ്ടല്ലോ അല്ലെ? നഹിയുൻ അനിൽ മുൻകറിന്റെ പരിധിയിൽ അതേ വരുള്ളൂ. അതായത് ഒരു കറാഹത്തിനെ എതിർക്കുന്നത് പോലും നഹിയുൻ അനിൽ മുൻകറിന്റെ പരിധിയിൽ വരില്ല എന്നാണ് ഫുഖഹാക്കൾ പറഞ്ഞത്. നഹിയുൻ അനിൽ മുൻകറിന്റെ പരിധിയിൽ വരൽ 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ ഹറാമാണെന്ന് പറഞ്ഞ കാര്യമാണ്. അവിടെ മുൻകർ കൊണ്ട് കൽപ്പിക്കുന്ന നന്മ കൊണ്ട് വിരോധിക്കുന്ന, നന്മ കൊണ്ട് കൽപ്പിക്കുന്ന മുൻകർ കൊണ്ട് വിരോധിക്കുന്ന മഹാധരന്മാരായ പണ്ഡിതവരേണ്യർ, ആ കൂട്ടത്തിൽ കേരളം കണ്ട സമകാലിക പണ്ഡിതരിലെ ഏറ്റവും കരുത്തരായ ഒരു പണ്ഡിത പ്രഭുവിനെയാണ് നമ്മൾ ഇവിടെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അവർക്ക് ശേഷം നമ്മളെ ഫിത്ന. പഴയ കാലത്തൊക്കെ പോയി ഖുതുബക്ക് ഓതുകയാണെങ്കിൽ ഖുതുബ കഴിഞ്ഞാൽ നേരെ നിസ്കരിക്കാൻ പോലെ അല്ലേ? ഇപ്പൊ ചില സ്ഥലത്ത് ഖുതുബ കഴിഞ്ഞിട്ട് അതിന്റെ ഇടയിൽ ഒരു മിനി പ്രസംഗം ഉണ്ട് മലയാളത്തിൽ. അത് കേട്ടോ നിങ്ങള്? ഇല്ല. വസ്തവു വസ്തഖീമു വസദ്ദുൽ ഖലൽ. ഇതാർക്കെ മനസ്സിലായിട്ടുണ്ടാവും? എന്തേ പറഞ്ഞു? മനസ്സിലായിട്ടുണ്ടാവും? മനസ്സിലായോ? ഉണ്ടോ? ഇല്ല. അപ്പൊ അഥവാ മനസ്സിലായിട്ടില്ലെങ്കിലോ എല്ലാവരും മടമ്പക്ക് ഒപ്പിച്ച് നിന്ന് സൊഫ് അടിപ്പിച്ച് നിൽക്കേണ്ടതാണ്. തിരിഞ്ഞോ? ജുമയ്ക്ക് ശേഷം നമ്മുടെ പള്ളിയിലെ അണ്ടിത്തോട്ടം ലേലം ചെയ്യുന്നതാണ്. അസറിന് ശേഷം കമ്മിറ്റി ഉണ്ടാവും. മഗ്‌രിബിന് ശേഷം വനിതാ ക്ലാസ് നടക്കുന്നതാണ്. പിന്നെ ഉസല്ലി അല്ലാഹു അക്ബർ. എങ്ങനെയുണ്ട്? ആദ്യം ചെയ്യുന്ന ഖുതുബന്റെ ഇടയിൽ വേറെ കുറച്ച് അറബിയും കുറച്ച് മലയാളം കുറെ ഇംഗ്ലീഷും കൂട്ടിയിട്ട് ഖുതുബ വേറെ. ഒരു ഫഖീഹാണെങ്കിൽ അത് പറയില്ല. ഫഖീഹാണെങ്കിൽ അത് പറയില്ല. അവന് സംശയമുണ്ട്. എന്താണ് സംശയം? ഖുതുബയുടെ ഇടയിൽ മറ്റൊരു ഖിതാബ് സംഭവിച്ചാൽ ഖുതുബയുടെയും നിസ്കാരത്തിന്റെയും ഇടയിലുള്ള മുബാലാത്ത് നഷ്ടമാകുമെന്ന് ശാഫിഈ മദ്ഹബിലെ പ്രമുഖരായ ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സംസാരം പോവട്ടോടോ, സംസാരം മാറ്റിവെക്കാം. വെറുതെ നിൽക്കുന്നതിന് പോലും, വെറുതെ ഒരു മനുഷ്യൻ നിശബ്ദനായി നിൽക്കുകയാണെങ്കിൽ പോലും 2 റക്അത്തിന്റെ ഖദറിന്റെ അപ്പുറം നിശബ്ദനായി നിന്നാൽ പോലും ഖുതുബയുടെ മുബാലാത്ത് മുറിയുമെന്ന് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്തഖീമു വസദ്ദുൽ ഖലൽ എന്ന് പറയാനുള്ള കാരണം
ആ നിസ്കാരത്തിന് വന്ന ആളുകൾക്ക് ശരിയായ അറിവുണ്ടായിരുന്നില്ല, അവർ പൊതുമുസ്ലിമീങ്ങളായിരുന്നു. അതുകൊണ്ട് ആ സൊഫിനെ പറ്റിയിട്ട് പഠിപ്പിച്ചു കൊടുത്തതെന്ന് ഹദീസിന്റെ കിതാബിലുണ്ട്. ഇപ്പൊ എന്തേ നടന്നു? ശറഅ അനുസരിച്ച് കിതാബ് ഓതിക്കൊടുക്കുന്ന ഉലമാക്കന്മാരുടെ കുറവ് സംഭവിക്കുന്നതിനനുസരിച്ച് സാധാരണക്കാരന്റെ ഇബാദത്തിലും കുറവ് വരുന്നുണ്ട്. അതേപോലെ ഒരു സൂറത്തിന്റെ അസ്നാഇൽ നിന്ന് ഓതൽ കറാഹത്തല്ലേ? ഒരു മനുഷ്യൻ ഇങ്ങനെ ഖുർആൻ ഓതുക, നിസ്കരിക്കായ്മ, സൂറത്തുൽ നജ്മിലൊരു സൂറത്ത്, അങ്ങനെ ഓതാൻ പാടില്ല. ഷാഫി മദ്ഹബിലെ ഉലമാക്കന്മാർ അത് കറാഹത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. വിഷയം കിടക്കണം എന്താ? മര്യാദയ്ക്ക് കിതാബ് ഓതി പഠിക്കാതെ സമൂഹത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത ആളുകളുടെ അബദ്ധമാണ്. ഇങ്ങനെ എത്ര ടെലിവിഷൻ നിസ്കാരത്തിന് ഇക്തിദാ ചെയ്യുന്ന ആൾക്കാര്, ടെലിവിഷനിലെ ഖിറാഅത്തിന്റെ ഉച്ചാരണത്തിന് അതേപോലെ ഉച്ചരിക്കുന്നവര്, ശരിയായ കാര്യങ്ങളിൽ നിന്ന് ഖുർആൻ ഓതാതെ ടെലിവിഷൻ കേട്ട് ഖുർആൻ പഠിച്ചവര്, ഇവരെ കൊണ്ടൊക്കെ സമൂഹത്തിൽ ഫിത്ന ഒരുപാട് വരുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു കാലത്താണ് കടൽ പോലുള്ള ഒരു പണ്ഡിതൻ മരണപ്പെട്ടത് എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിന്റെ ബേജാറ് കൂടുകയാണ്. എല്ലായിടത്തും കണ്ണെത്തിയ ഉലമാക്കന്മാർ ഇല്ലാതായവാണോ എന്ന ഭയം വരികയാണ്. ദർസുകൾക്ക് കോലമാറ്റം സംഭവിച്ചിട്ടുണ്ട്. പഠിപ്പിച്ചു കൊടുക്കല്ല, മൗലിയരെ ഏൽപ്പിച്ച ക്ലാസ് അയാൾ വായിച്ചു തീർക്കുകയാണ്. അങ്ങനെയല്ല കോളേജുകളിൽ നടക്കുന്ന കാര്യം. ഇങ്ങനത്തെ ഒരു അന്ത്യം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇൽമില്ലാത്ത ആളുകൾ കാണിക്കുന്ന അബദ്ധങ്ങളെ കാണേണ്ടി വരും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു കൊള്ളണം. ചില പള്ളിയിലൊക്കെ കസേര ഇങ്ങനെ റിസർവ്ഡ് കസേര ഉണ്ടാവും. റിസർവ് കസേര ഇരുന്ന് നിസ്കരിക്കാൻ നടന്നു വരുന്ന ആൾക്ക് എങ്ങനെയോട് ഇരുന്ന് നിസ്കരിക്കേണ്ട മസാല എനിക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കണമെന്നല്ലേ? അങ്ങനെ വലിയ നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കണമെന്നല്ലേ? നിൽക്കാൻ കഴിവില്ലാത്തവൻ നടക്കുമോ? നിങ്ങൾ പറയും, നടക്കും? തിരിഞ്ഞില്ല. തിരിഞ്ഞോ? നിൽക്കാൻ കഴിവില്ലാത്തവൻ നടക്കുമോ? എന്നിട്ട് ഇവനൊരു കസാരം പിടിച്ചിങ്ങനെ വന്നിട്ട് നടന്ന് വന്നിട്ട് മുമ്പിലെ സൊഫില് അല്ലാഹു അക്ബർ ഇരിക്കുക കസാരി. അവിടെ തന്നെ ആ നിസ്കാരത്തിന്റെ കഥ കഴിഞ്ഞു. നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കണം. അപ്പൊ എനിക്ക് റുക്കൂ ചെയ്യാൻ കഴിയൂല. അവിടെ ഫതുഹുൽ മീൻ ഓതിയാ മതി. റുക്കൂ ചെയ്യാൻ നിൽക്കാൻ കഴിവുള്ളവര് എത്രത്തോളമാണ് പറഞ്ഞ്? നേരെ ഒറ്റക്ക് നിൽക്കാൻ കഴിയില്ലെങ്കിൽ ചാരി നിൽക്കാം. ചാരി നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു സഹായിയുടെ സഹായം തേടാം. വെറുതെ സഹായിക്കാൻ ആളില്ലെങ്കിൽ കൂലിക്കൊരാളെ സഹായത്തിന് വെച്ച് നിർത്താൻ സാധിക്കുമെങ്കിൽ നിർത്താം. ഇതും കഴിയാതെ വന്നാലാണ് നമ്മളെ പറമ്പിലെ അടക്ക മുഴുവൻ ഒരു വർഷത്തിന് നിനക്ക് വിറ്റിരിക്കുന്നു. എത്ര റുപ്യക്ക്? 2 ലക്ഷം റുപ്യക്ക്. ഇവിടെ അടക്കണ്ടോ? ഉണ്ടോ? ഇല്ല. വിൽക്കുമ്പോ അടക്കണ്ടോ? എവിടെ? നിങ്ങൾ കേൾക്കണില്ലേ? അവിടെ എന്താ ഉള്ളത്? ഒരു കവുങ്ങുണ്ട്. അതിൽ പൂക്കൊല വരാൻ സാധ്യത ഉണ്ട്. ഞങ്ങളെ അപ്പൊ അതെങ്ങനെ ഹലാലാവുക? ഇല്ലാത്തൊരു സാധനം വിൽക്കാൻ പറ്റുമോ? ഹലാലാവൂല. ഇല്ലാത്തൊരു സാധനം, മിൽക്കിയത്തിൽ ഇല്ലാത്തൊരു സാധനം വിൽപ്പന സാധ്യമല്ല. ഈ പാട്ടക്കച്ചവടം നിരുപാധികം ഹറാമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ നിങ്ങൾ പറയാണ് ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് തൃപ്തിപ്പെട്ടിട്ടാണ് എന്ന് ന്യായം അല്ലേ? എന്റെ 2 ലക്ഷം രൂപ ഞാൻ തൃപ്തിപ്പെട്ട് കൊടുത്താണ്, അയാൾ 2 ലക്ഷം രൂപ തൃപ്തിപ്പെട്ട് വാങ്ങിയതാണ്. അല്ല ചങ്ങായിമാരെ, ഈ നാട്ടിൽ വ്യഭിചാരം നടക്കലില്ലേ? ഉണ്ടോ? വ്യഭിചരിക്കുന്ന സ്ത്രീയും പുരുഷനും അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിപ്പെട്ടോണ്ട് അലാലാവല. ഞാൻ അവളെ തൃപ്തിപ്പെട്ട് വ്യഭിചരിച്ചതാണ്. അവൾ പറയാണ് അയാൾ വ്യഭിചരിച്ച് എനിക്ക് ഇഷ്ടമാണ്. അലാലാവോ? അപ്പൊ ഹുക്കുമിൽ ഇങ്ങളെ തൃപ്തിയും തൃപ്തിയില്ല എന്ന് നോക്കണ്ട. അതിന്റെ ഹുക്കുമ് സാധനം അയിനില്ല. ഇങ്ങനെ 100 കണക്കിന് പ്രശ്നങ്ങളാണ്. അപ്പൊ പറയാം നിസ്കാരത്തിൽ നിന്ന് മാറിപ്പോയില്ലേ? റുക്കൂ ചെയ്യാനാണ് സാധിക്കാത്തതെങ്കിൽ അയാൾക്ക് ആനുകൂല്യം കിട്ടേണ്ടത് റുക്കൂവിനാണ്, നൃത്തത്തിനല്ല.
സുജൂദ് ചെയ്യാനാണ് കഴിയാത്തതെങ്കിൽ ശറഅ് റുഖ്സ അനുവദിച്ചത് സുജൂദിലാണ്. അത്തഹയ്യാത്തിന് ഇരിക്കാനാണ് പറ്റാത്തതെങ്കിൽ നിന്ന് അത്തഹയ്യാത്ത് ഓതാം എന്നാണ് ഫുഖഹാക്കൾ പഠിപ്പിച്ചത്. കഴിവുള്ളൊരു കാര്യം ഉപേക്ഷിക്കലല്ല. പഴയ കുറെ വയസ്സായ ആൾക്കാർ ഇവിടെ കാണുന്നുണ്ട്. പഴയ കാലത്ത് ഒരു വയല് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതിങ്ങനെ ഇരുന്ന് ദീനീ വിദ്യാഭ്യാസം പഠിപ്പിച്ച് ഇൽമ് പഠിപ്പിച്ചു കൊടുത്ത് വയല് പറഞ്ഞു കൊടുത്ത് ഇബാദത്തിന്റെ ഫളായില് പറഞ്ഞ് അല്ലേ, അങ്ങനെ ആളുകൾക്ക് ഇൽമ് പഠിപ്പിക്കുന്ന ദർസായിരുന്നു പഴയ കാലത്തെ വയല്. ഇപ്പത്തെ വയലിന്റെ വിഷയം എന്താ? ഗാലക്സിയിൽ പോയാൽ ചൊവ്വയിൽ പോയാൽ എങ്ങനെ കിബില കണ്ടുപിടിക്കാന്നുള്ളതാണ് വിഷയം. ചൊവ്വയിൽ എത്തിയിട്ടൊരു ഇമെയിൽ അയച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെയ്തോക്കെ വിഷയം. ക്ലോണിങ്, കുട്ടികൾക്ക് അനന്തരാവകാശം ആടാണോ കൊടുക്കേണ്ടത്, മനുഷ്യനാണോ കൊടുക്കേണ്ടത്, ആടിന്റെ ഉടമസ്ഥനാണോ കൊടുക്കേണ്ടത്, ഇങ്ങനെ അവസര ചർച്ച. ഇതുകൊണ്ട് എന്താ കാര്യം? ഞാൻ പറഞ്ഞു വരുന്നത് പല നാട്ടിലുള്ള ആളുകളാണ് ഇവിടെ പങ്കെടുത്തത്. നല്ല കഴിവുള്ള ഉലമാക്കന്മാരാണ് ഇവിടെ പള്ളിയിലൊക്കെ പഠിപ്പിക്കുന്ന ഇമാമത്ത് നിൽക്കുന്ന ആളുകൾ. നല്ല കഴിവുള്ള ആളുകളാണ്, മുത്തവൽ ഡിഗ്രി ഉള്ളവരാണ്. നിങ്ങൾ അവരെ വെച്ചിട്ട് ഫതുഹുൽ മുഈനും നൂറുൽ അബ്സാറോ ഫതുഹുൽ മുഈനോ ബേസ് ചെയ്തിട്ട് ഒരു നാട്ടു ദർസ് തുടങ്ങണം. ഇതിലോ വിവരസ്ഥരാകാനല്ല, എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ നോമ്പൊൽക്കണം, എങ്ങനെ ഹജ്ജ് ചെയ്യണം, എങ്ങനെ മയ്യത്ത് നിസ്കരിക്കണം എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. കണ്ടതുപോലൊക്കെ ചെയ്തു കൂട്ടുന്ന ഒരുപാട് അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. നിക്കാഹിൽ അതിലേറെ, നിക്കാഹിൽ വളരെ കൂടുതൽ. തലാഖിന്റെ കാര്യമാണ് പറയണ്ട. ചിലപ്പോ നിക്കാഹിനൊക്കെ വന്നിരിക്കുമ്പോ, ഞാൻ ഖാദിയാണ്, നിക്കാഹിന് വന്നിരിക്കുമ്പോ ചിലപ്പോ നിക്കാഹ് ചെയ്തു കൊടുക്കുമ്പോ കാണലുണ്ട് ഈ അപകടം. എന്തായാലും ഇൽമിന്റെ വർധനവിന് വേണ്ടി കഠിനമായി പരിശ്രമിക്കണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ പണ്ഡിതന്മാർക്കുള്ള യോഗ്യത അവർ ഉലമാക്കളാണ് എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥം അവർ ഫുഖഹാക്കളാണ്, കർമ്മശാസ്ത്രം അറിയുന്നവരാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ ബോഡി മെമ്പർക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യത എന്താണ്? അയാൾക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യത, അയാള് ജമ്മുൽ ജവാമി, മഹല്ലി, ജലാലൈനി, ശറഉൽ അഖായിദ് തുടങ്ങിയ കിതാബുകൾ ദർസ് നടത്താൻ കഴിവുള്ള ആളാവണം. ആര്? ജനറൽ ബോഡി മെമ്പർ. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവുണ്ടോ? സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു പണ്ഡിത സംഘടനയാണ്. നിങ്ങൾ എല്ലാവരും കൂടി സമസ്തക്ക് പ്രവർത്തിച്ചാലും സമസ്തന്റെ മുഷാവറ മെമ്പറെ പോയിന്റ് 41 ആക്കാൻ പറ്റുമോ? ഇല്ല. ആ 40 ആളാണ്. അത് ഉലമാക്കന്മാരാണ് അതിന്റെ നേതാക്കന്മാർ, കിടയറ്റ പണ്ഡിതന്മാർ. ചില ആളുകള് പണ്ഡിത സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ കുറെ പണ്ഡിതന്മാരുണ്ട്, കുറെ പണ്ഡിതന്മാരല്ലാത്തവരുണ്ട്, കുറെ പാണ്ഡിത്യം ഉണ്ടായിട്ട് ഒലിച്ചു വരും. പിന്നെന്താ പറയണ്ടേന്ന് അറിയാത്ത ആളുകൾ. എല്ലാരും ഞാൻ വിമർശിക്കുന്നില്ല. ഇൽമുള്ളവർ അതിലുണ്ട്, വറായുള്ളവരുണ്ട്, സൂക്ഷ്മതയുള്ളവരുണ്ട്, ജീവിത വിശുദ്ധിയുള്ളവരുണ്ട്. പക്ഷെ അവർക്ക് പഴച്ചു പോയ ചില കാര്യങ്ങള് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ കിടയറ്റ പണ്ഡിതന്മാർ അംഗീകരിച്ചില്ല എന്നുള്ളതാണ്. കാര്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കി നിരന്തരം സമൂഹത്തിൽ ഫിത്ന ഉണ്ടാക്കുന്ന ആൾക്കാർ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഞാൻ പണ്ടൊരിക്കൽ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചൊരു സംഭവം ഉണ്ടായി. ഇതിലെങ്ങനെ നടന്നപ്പോ ഈ ആളുകളെ തിരക്ക്, ഇവിടെ നമ്മൾ ആളുകൾ കൂടുതൽ അറിയില്ല. ആളുകളെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി മംഗലാപുരം ബേസ് ചെയ്ത് എവിടെയെങ്കിലും കുറച്ച് ഒറ്റയ്ക്ക് താമസിക്കാൻ തീരുമാനിച്ചു ഞാൻ. കാരണം എന്റെ കയ്യിലുള്ള കാശ് മുടക്കിയിട്ട് സ്ഥലം വാങ്ങി ഉള്ളിലൊരു ചെറിയ ഷെഡ് ഉണ്ടാക്കി. അതിന് മജ്‌ലിസെന്നോ വീടെന്നോ എന്ത് പേരൂടാ. ഒറ്റയ്ക്ക് ഇബാദത്ത് ചെയ്ത് കൂടാൻ തീരുമാനിച്ചത്, ആരും അറിയരുത്. അങ്ങനെ ഒരു ഒഴിഞ്ഞു കൂടാൻ പറ്റിയ സ്ഥലമാണ് എന്ന് മനസ്സിലാക്കി ഉണ്ടാക്കിയ. കുറച്ചു കാലം ഞാൻ മറുപക്ഷത്ത് പ്രവർത്തിച്ചു പോയല്ലോ, അതിന് അല്ലാഹു ശിക്ഷ. അല്ലെ, നമ്മൾ ചെയ്തിട്ട് വേറെ ആരും ശിക്ഷിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. യവറ്റിങ്ങൾ ഇതൊരു വിവാദാക്കിയപ്പോ മറ്റുള്ള ആളുകളൊക്കെ അറിഞ്ഞു അവിടെ നമ്മൾ താമസിക്കേണ്ടി. അതൊരു കൂടി നമുക്ക് അവിടെ താമസിക്കാൻ പറ്റാതായി. എപ്പോഴെങ്കിലും 1-2 ആഴ്ച മാസം ഒറ്റയ്ക്ക് ഇരിക്കാൻ, ആളുകളോട് സംസാരിക്കാതിരിക്കാൻ തോന്നുമ്പോ
ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഭവത്തെ പർവ്വതീകരിച്ചിട്ട് ഇപ്പൊ നമ്മളങ്ങോട്ട് വരാൻ പറ്റാത്ത കൊലാക്കിയ ആളുകൾ. അത് ആ ഗ്രൂപ്പിൽ കുറച്ചു കാലം പ്രവർത്തിച്ചതിന്റെ ശിക്ഷയാണ്. ഇങ്ങനെ ചില ആളുകൾ ഉണ്ടാക്കാൻ നിരന്തരം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വേണം അവർക്ക്. രാവിലെ തന്നെ ചില ആളുകൾ ഇറങ്ങും പള്ളിക്ക്. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട്, അതാണ് പ്രത്യേകത, സുബഹിക്ക് പങ്കെടുക്കും. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ചായക്കടയിൽ ഇരുന്നിട്ട് പോസ്റ്റ്മോർട്ടാണ്. പള്ളി കമ്മിറ്റി സെക്രട്ടറി, പ്രസിഡന്റ്. നിങ്ങൾ കേൾക്കണോ? അരീക്കോട് എടുത്തൊരു മഹലിൽ അടിയുണ്ടായ കേസ് കിട്ടണോ? ഇല്ലല്ലോ. ജനറൽ ബോഡിയിൽ ഇങ്ങനെ സെക്രട്ടറി കണക്ക് വായിക്കുക. കണക്ക് വായിച്ച് 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 കുറെ മുന്നിലെത്തിയപ്പോ സെക്രട്ടറി പറഞ്ഞു അടക്ക വരവ് 20,000. അപ്പം നമ്മുടെ തിരുത്തെഴുതുന്ന ന്യൂ ജനറേഷൻ ഉണ്ടല്ലോ, അവരിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്നാണോ അത് പ്രസിദ്ധീകരിക്കുന്നത് അറിയില്ല. ഒരു കൊല്ലായി തിരുത്തെഴുതി തുടങ്ങിയിട്ടില്ലേ? ഈ തിരുത്തൊന്നായിട്ട് എന്നാണ് പ്രസിദ്ധീകരിക്കണ അറിയില്ല. ഈ തിരുത്തെഴുതുന്ന ഒരു മനുഷ്യൻ എഴുതി ചോദിച്ചു അടക്കന്റെ എണ്ണം കിട്ടണം എന്നാണ്. മനസ്സിലായില്ല? 20,000 രൂപയ്ക്ക് എത്ര അടക്ക വിറ്റു? അടക്കന്റെ എണ്ണം മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ ഇയാള് പറഞ്ഞു മോനെ അടക്ക 20,000 വിറ്റു. അത് ശരി, പക്ഷെ എത്ര എണ്ണമാണ് അടക്കണ്ടേന്? ഏതെങ്കിലും സെക്രട്ടറി അടക്കന്റെ എണ്ണ എഴുതി വെക്കോ? അപ്പൊ ഇയാള് പറഞ്ഞു അടക്കന്റെ എണ്ണ അറിയില്ല. അയാൾ പറഞ്ഞു അടക്കന്റെ എണ്ണ അറിയാതെ വിടൂല. എന്നിട്ട് ഒറ്റ പ്രയോഗമാണ് അടക്ക കള്ളാന്ന് വെച്ചു. ആരെ? സെക്രട്ടറിനെ. സെക്രട്ടറിക്ക് ദേഷ്യം പിടിച്ച് അയാൾ ഒന്നാണ് കൊടുത്തു ചടി. അപ്പോളോ ഉടനെ ആളുകൾ ഒരുമിച്ച് കൂടി പോലീസിലേക്ക് ഫോൺ ചെയ്തു. ഇവിടെ ജനറൽ ബോഡിയിൽ അടിയാണ്. നോക്കണം. പോലീസ് വന്നു. പോലീസ് എന്താ പരിപാടി? ജനറൽ ബോഡിയാണ്. ശരി, അങ്ങോട്ട് ഇങ്ങോട്ട് നിങ്ങളെ കൂട്ടുന്ന 6 ആള്, ഓലെ കൂട്ടുന്ന 6 ആള്. അപ്പൊ അയാൾ പറഞ്ഞു ഞങ്ങൾക്ക് 6 ആള് വേണ്ട, 5 ആള് മതി. ആരെ? അടക്കന്റെ എണ്ണം ചോദിച്ചാൽ എന്താ കാരണം? അയാൾ മഹലിൽ ആകെ 5 ആള് ഉള്ളതിനും ഏൽപ്പിക്കാറ്. 6 ആളെ കൊണ്ടുവന്നാൽ ഒരാളെ വേറൊന്നും കൊണ്ടും തരും. ഞങ്ങൾക്ക് ആകെ 5 ആള് മഹലിലുള്ളൂ. മനസ്സിലായോ? അടക്കന്റെ എണ്ണം ചോദിച്ചിട്ട് കമ്മിറ്റി കൂടുന്ന ഒരു കോം. മനസ്സിലായോ? നിങ്ങൾക്ക് സംഭവം തിരിയുണ്ട്. ഇങ്ങനെ നിരന്തരം എവിടൊക്കെ എന്തൊക്കെ പ്രശ്നമുണ്ടോ അവിടെയൊക്കെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, മഹലിൽ ഫിത്ന ഉണ്ടാക്കുക, ആക്ഷേപം ഉണ്ടാക്കുക, നിരാക്ഷേപം നടത്തപ്പെട്ട കാര്യങ്ങളൊക്കെ കണിശമായി വിമർശിക്കുക. ഇതൊരു ശരിയായ പ്രവണതയല്ല. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ വിയോഗം, അദ്ദേഹം ഒരു പാരമ്പര്യ പണ്ഡിതനാണ്. പാണ്ഡിത്യം എന്ന് പറഞ്ഞാൽ പാരമ്പര്യം തന്നെയാണ്. ട്രഡീഷണൽ പണ്ഡിതൻ, അവനാണ് പണ്ഡിതൻ. ഞാൻ പറഞ്ഞ തിരുത്തെഴുതുന്ന പണ്ഡിതന്മാരല്ല. ഈ തിരുത്തെഴുതുന്ന പണ്ഡിതന്മാർ ചിലപ്പോ സമീ അല്ലാഹു ലിമൻ ഹമീദാ കൈ പൊക്കണില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? അങ്ങനെ കാരണം എന്താ? ഇസ്തിരി ചുളി മറ്റേ ബടി പോലെ ഇങ്ങനെ വെച്ചേക്കല്ലേ, ഇങ്ങനെ ആക്കണം. ഇങ്ങനെ മുതൽ എവിടേക്ക് ഒരു സുന്നത്തിനെ ഇല്ലാതാക്കാൻ പറ്റണോ അത് മുഴുവൻ ആവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പാരമ്പര്യ പണ്ഡിതന്റെ മരണം വളരെ വേദനാജനകമാണ്. അത് നമ്മൾ ശരിക്കും ഭയപ്പെടുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ദീൻ എങ്ങനെ ഉയർത്തപ്പെടുമെന്ന് ചോദിച്ചപ്പോഴ് സഹാബത്ത് റളിയല്ലാഹു അൻഹും അല്ലാഹുവിന്റെ ഹബീബിനോട് ഒരു ചോദ്യം ഉന്നയിച്ചല്ലോ. എങ്ങനെയായിരിക്കും അല്ലാഹുവിന്റെ ദീനിനെ ഉയർത്തപ്പെടുക എന്ന് ചോദിച്ചപ്പോൾ അഷ്റഫുൽ വറാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ബിഖബ്ലി ഉലമാഇഹിം, ഉലമാക്കന്മാരുടെ റൂഹിനെ അല്ലാഹു പിടിച്ചുകൊണ്ടാണ് ദീനിനെ അല്ലാഹു ഉയർത്തുക. അല്ലാഹുവിന്റെ ദീനിന്റെ പ്രബോധനം അത് പഠിപ്പിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ആരാ? ബഹുമാനപ്പെട്ട ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂമിൽ മഅ്ബരി റളിയല്ലാഹു അൻഹു വളരെ മനോഹരമായി വിശദീകരിക്കുന്നുണ്ട്. തഅലീമുഹു ലില്ലാഹി ഖൈറു ഇബാദത്തിൻ വഖിലാഫത്തുൻ വബറാസത്തുൻ വതവസ്സുലാ. അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഇൽമ പഠിപ്പിക്കുക എന്നത് ഖൈറായ ഇബാദത്താണ്. അത് പ്രവാചകത്വത്തിന്റെ അനന്തരാവകാശമാണ്. മാത്രമല്ല അത് അല്ലാഹുവിലേക്ക് എത്തിച്ചേരാനുള്ളൊരു വഴിയാണ്, സ്വർഗം പ്രാപിക്കാനുള്ളൊരു വഴിയാണ് ഇൽമു പഠിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ മരണ ദിവസം വരെ അസുഖബാധിതനാവുന്ന അവസാന നിമിഷം വരെ കിതാബ് ഓതിക്കൊടുത്തൊരു വലിയ പണ്ഡിതനായിരുന്നു ശൈഖുനാ ചെറുശ്ശേരി ഉസ്താദ് നവ്വറല്ലാഹു മർകദഹു.
രാവിലെ തുണി ഷർട്ടും മാറ്റി ഇപ്പൊ ഞാനൊക്കെ വിയർത്തിട്ട് വല്ലാതെ വിഷമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചൂടെടുക്കണില്ലേ? അല്ലേ? ചൂടില്ലേ? മഴയില്ലേ? മഴ പെയ്താൽ നന്നായിരുന്നു. ഇത്രത്തോളം ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഇങ്ങനെ ചൂടുള്ള അന്തരീക്ഷത്തിലും സഹിച്ചിട്ട് ഇതിന്റെ മുകളിൽ ഒരു ഓവർകോട്ട് ഇട്ട് നടക്കുന്ന ആലിമീങ്ങളുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഈ ചൂടെന്നെ സഹിക്കാൻ വയ്യ. ഇപ്പൊ തന്നെ സഹിക്കാൻ വയ്യാത്ത ഈ 45 ഡിഗ്രി ചൂടില് ഗെറ്റപ്പ് ഉണ്ടാകാൻ വേണ്ടി എന്ത് ചെയ്യാ? ഒരു വലിയ കോട്ടൊക്കെ ഇട്ടിട്ട് സഫാരി സൂട്ട്, നമ്മളെന്താ പറയാ, സേട്ടു സാഹിബിന്റെ കോട്ടോ ബനാത്തുവാലിന്റെ കോട്ടോ ഒക്കെ ഒന്ന് വാങ്ങിയിട്ടിട്ട് നടക്കുന്ന ആളുകൾ. ഷോ സുബ്ഹാനല്ല വഅല. അത് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഉഖറവിയായ ആലിമിന്റെ സ്വഭാവം തന്നെ അത്തരമുള്ള വേഷഭൂഷാദികളല്ല. ഇലൽ ഖനാഅതി വതഖല്ലുലി മാഇലാ. ഉഖറവിയായ ആലിമ് കിട്ടിയതിൽ ഭൂമിയിൽ കിട്ടുന്നതിൽ ഏറ്റവും ചെറുതുകൊണ്ട് തൃപ്തിപ്പെടുന്നവനാണ്. ഖനാഅത്തിലേക്കും തഖല്ലുലിലേക്കും ചായ്ഞ്ഞവനായിരിക്കും. ചെറുസ്ഥാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിക്കേ പറഞ്ഞൊരു ആലിം ഇങ്ങനെ പോണത് കാണാം. ചില ആളുകള് മനസ്സിലാക്കിയത് സമസ്തന്റെ സെക്രട്ടറി ആവുക പറഞ്ഞാൽ അയാൾ പിന്നെ മീൻ വാങ്ങാൻ പാടില്ല, നാസർഫേസ് പറഞ്ഞാൽ ഇറച്ചി വാങ്ങാൻ പാടില്ല, തെങ്ങും തോട്ടത്തിൽ പണിയെടുക്കാൻ പാടില്ല, തേങ്ങ പൊറുക്കാൻ പാടില്ല. അങ്ങനൊന്നുമല്ലേ. ഇപ്പൊ ഞങ്ങളൊക്കെ കൃഷിപ്പണികളുണ്ട്. ഞാൻ കൃഷിപ്പണിക്കുന്നു. എന്റെ പറമ്പ് നനക്കലുണ്ട്, കൊത്തലുണ്ട്, നടലുണ്ട്, എല്ലാ പണിയും ചെയ്യും. പക്ഷെ നമ്മളെടുത്ത് ഓതി പഠിക്കുന്ന കുട്ടികളോട് രക്ഷിതാക്കൾ വരെ പറയും ഒരു മീൻ വാങ്ങാൻ പറഞ്ഞ ഓനൊരു മടിയാണ്. ആർക്ക്? ഇതിന് മോചിക്ക് കിതാബ് ഓതി പഠിക്കണേ ഉള്ളൂ. ഒരു മടിയാണ്. കിതാബ് ഓതി പഠിക്കാൻ തുടങ്ങുമ്പോ തന്നെ ഐറ്റങ്ങൾക്ക് അതൊരു മടിയാണ്. മീൻ വാങ്ങാൻ പോവുക, ഇറച്ചി വാങ്ങാൻ പോവുക, കടയിൽ പോവുക, ആളോട് സംസാരിക്കുക. 70 വയസ്സുള്ള വാപ്പ അരിച്ചാക്കും കൊണ്ടിങ്ങനെ നടന്നു പോകുമ്പോ 10 or 15 വയസ്സുള്ള മുത്താലിമേ കയ്യെ തലയിക്കെട്ടും തലയിൽ തലയിക്കെട്ടും കെട്ടി ഇസ്തിരി ചുളിയാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഈ മാതൃക വലിയ അപകടമാണ്. നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ വലിയ അപകടം. അവനവന് ചെയ്യാനുള്ള കാര്യം അവനവൻ സ്വയം ചെയ്യണം എന്നല്ല. എന്നിപ്പോ ഈ മൊയ്ലിയന്മാരെ പണി ഒരു ജോലിയായി മാറിയെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ആലിമ് ജോലിക്കാരനല്ല, അവന് ഇൽമ അധികമായി അള്ളാഹു കൊടുത്തൊരു ഗുണ. ജീവിതോപാധികൾ പലരും പലതാണ് ചെയ്തത്. മരുന്നുണ്ടാക്കിയവർ, മരുന്ന് വിറ്റവർ, കൃഷി ഉണ്ടാക്കിയവർ, കൃഷി വിറ്റവർ, കൃഷിപ്പണി ചെയ്തവർ, അങ്ങനെ ഒരുപാട് ആളുകൾ ഭൂമിയിലുണ്ട്. ജീവിതോപാധി വേറെ. ഇൽമ്, അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമ് നിസ്വാർത്ഥമായി പ്രചരിപ്പിച്ചവരാണ് അള്ളാഹുവിന്റെ ആലിമീങ്ങൾ. ചെറുശ്ശേരിസ്ഥാനെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ. പണ്ടൊരിക്കൽ മർക്കസിൽ മുത്താലിമായിരുന്ന കാലത്ത് ഞാൻ ചെറുശ്ശേരിസ്ഥാനെ കാണാൻ പോയി. കുടുംബപരമായി എന്റെ വല്യപ്പാൻ നല്ല പരിചയമുള്ള ആളാണ്. വല്യപ്പാന്റെ ശരീക്ക സീനിയർ വിദ്യാർത്ഥിയുടെ വല്യപ്പ ദർശനം. അപ്പോ ഓക്കെ എന്നിങ്ങോട്ട് ഒരു ഋഷ്യന്മാരും പെട്ടാണ് എന്റെ വല്യപ്പൊക്കെ. അപ്പൊ ഞാൻ കാണാൻ പോയി. എനിക്ക് ആകെ അറിയേണ്ടത് ഒരു സഫഹ എന്നൊരു ഫിഖ്ഹി ഭാഷയുടെ പ്രയോഗമാണ്. അൽദർബു ബിസ്സഫഹ. സഫഹ കൊണ്ട് ദർബ് ചെയ്യുന്നത് ഹറാമാണോ അല്ലേ? അതിപ്പോ ഒരു വിവാദം ഉണ്ടാക്കണ മസലയാണ്. എന്നാലും പറഞ്ഞു നോക്കാലേ. ഇവിടെ നമ്മുടെ നാട്ടിലെ ആളുകൾ കോൽക്കളി ഹറാമാക്കിയിരുന്നു. ഇവിടെ ഹറാം തന്നെയല്ലേ കോൽക്കളി? കോൽക്കളി ഹറാമാക്കുന്നതിന് ആളുകൾ ഉദ്ധരിച്ച ഒരു നക്കലായിരുന്നു അത്, കോൽ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് എങ്ങനെ കോൽ എന്നർത്ഥം വെക്കാൻ പറ്റും? അസ്വ എന്ന് നക്കലില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ചോദിച്ച കൂട്ടത്തില് അദ്ദേഹം ചോദിച്ചു, നിന്റെ ഉസ്താദ് കാമ്പുറായ്മട്ടിയിൽ എന്താ അർത്ഥം വെച്ചത്? ഞാൻ പറഞ്ഞു സഫഹാന ഒടക്ക, പലക. എന്താ പറയാ, നമ്മളെ ഈ ശിങ്കാരിമേളൊക്കെ മുട്ടുമ്പോ സാധനം ടെക് ടെക് ഇങ്ങനെ അടിക്കൂലേ? വേണ്ടിയില്ലേ? കണ്ടിട്ടുണ്ട് അങ്ങനെ അല്ലേ? ഇങ്ങനെ മുട്ട പല കഷ്ണം ഇങ്ങനെ റൗണ്ടിലാക്കിയിട്ട് എന്താ അതിന് പറയാ? ഒടക്കാന്നാ പറയുന്നത്. ഓല ഭാഷയിൽ, ആര ഭാഷയിൽ? ഓക്കെ, നമ്മളെ ശിങ്കാരിമേളക്കാരന്റെ ഭാഷയിൽ. ഇന്റെ ഭാഷയിലല്ലോ അവിടെ ഉപയോഗിക്കുക. ഈ സാധനം ഇങ്ങനെ അടിക്കും. അതുമായി ബന്ധപ്പെട്ടൊരു മസലല്ലാതെ ഒരു കോഴി കഷ്ണം വേറൊരാൾ കോഴി കഷ്ണം അടിക്കുമ്പോൾ ആറാമാവുന്നില്ല. അങ്ങനെ മഹാനവകൾ ആ നക്കലാമത് പറഞ്ഞത്.
ഞാൻ പറഞ്ഞു വരുന്നത്, എന്തൊരു വിഷയാണെങ്കിലും ധൈര്യം, എന്തുമാത്രം എടാകൂടായ പ്രശ്നം ഉണ്ടെങ്കിലും ധൈര്യം. ഒരു ആലിമിനെ പോയി കണ്ട് പറയായിരുന്നു, ചോദിക്കായി. ഇപ്പൊ ആ കസേര എവിടെ ഫ്രീ ആണ്, അങ്ങനെ ചോദിക്കുമ്പോഴേക്ക് ഉത്തരം കിട്ടുന്ന ഒരു ആലിമിനെ കിട്ടാൻ പ്രയാസമാണ്. ഞാൻ പറഞ്ഞു വന്നത് മറ്റാരെയും മദ്ഹിന് മഫ്ഹൂമില്ല കേട്ടോ. ഞാൻ ആരും ചെറുതാക്കല്ല അറിയാം. ഒരാള് ഗുണം പറയുന്ന മറ്റാള് ദോഷം പറച്ചിലല്ല, മദ്ഹിന് മഫ്ഹൂമില്ലാണ്. എന്നാലും അത്ര സൂക്ഷ്മതയുള്ള ഒരു ആലിമിനെ കാണാനുണ്ടായിരുന്നില്ല. ഒരു സാധാരണക്കാരനായി ജീവിക്കാം. അതായത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയാൽ നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. ചായയും കടിയും പഴമൊക്കെ മൂപ്പര കൊണ്ടുതരിക. ഖാദിമീങ്ങളൊന്നുമല്ല, അടുക്കളയിൽ പോയിട്ട് ചായയും കടിയും പഴം കൊണ്ടുവന്ന ഒരു വീട്ടിൽ കാരണവര്, ഒരു പഴയ കാരണവര് വീട്ടിൽ വരുന്ന ആളുകളെ സൽക്കരിക്കുന്നത് പോലെ. എന്നിട്ടോ നിങ്ങൾ ആരെങ്കിലും പോയ ഒഴിഞ്ഞ ചായ ക്ലാസ് ഉണ്ടെങ്കിൽ അതും ആ വലിയ മനുഷ്യടുത്തോണ്ടാണ് അടുക്കളയ്ക്ക്. മനസ്സിലാണ്ടോ പറയണത്? തുളുമ്പാത്തൊരു അറിവിന്റെ കടലായിരുന്നു. പക്ഷെ ജീവിതത്തിൽ ചായയും കടിയും കുറിച്ച ക്ലാസ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുവെക്കും. വീട്ടിൽ വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കും. വളരെ മാന്യമായ രീതിയിൽ സംസാരിക്കും. എന്തു വലിയ ആദരവോടുകൂടി ചെയ്യും. വിനയം എന്ന് പറഞ്ഞാൽ ഇൽമുണ്ടെങ്കിൽ അതിൽ വിനയം ഉണ്ടാവുക. അഹങ്കാരത്തിന്റെ കുപ്പായം ധരിച്ച് നടക്കുന്നവരല്ല ആലിമീങ്ങൾ. ഇങ്ങനത്തെ ഒരു വിയോഗം ശരിക്കും നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്, ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ സമാനിൽ ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നത്, അത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതൊരു സൂര്യനെ പോലെയാണ്. ഇദാ തലഅത് ഫീ ജിഹത്തിൻ വറബത് ഫീ ജിഹത്തിൻ ഉഖറ. ഒരിടത്ത് സൂര്യൻ അസ്തമിക്കുമ്പോൾ മറ്റൊരിടത്ത് സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് സൂര്യനെ കുറിച്ച് പറഞ്ഞാൽ ഫലാ തസാലു താലിഅൻ, അത് ഉദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സമകാലിക കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അസ്തമയാണ്. അപ്പോൾ മറ്റെവിടെയോ സൂര്യൻ ഉദിക്കുന്നുണ്ട്. കേരളത്തിൽ പുതിയ പ്രഭാതങ്ങളല്ല വരുന്നത്, പുതിയ അസ്തമയങ്ങളാണ്. അത് നമ്മൾ അല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ നവ്വറല്ലാഹു മർക്കദ മരണപ്പെട്ടു പോയി. ആ കസേരയിൽ മറ്റേ ശംസുൽ ഉലമ വന്നിട്ടില്ല. റഈസുൽ മുഹഖ്ഖീൻ ഖദ്ദസല്ലാഹു സിർറുഹു മരണപ്പെട്ടു പോയി. അത് അവിടെ കിടക്കണം. കണ്ണിയത്ത് ഉസ്താദിനെ പോലെ വറയുള്ള മറ്റൊരാൾ വന്നിട്ടില്ല. ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് മരണപ്പെട്ടു പോയി. ആ കസേര അവിടെ കിടക്കുകയാണ്. പുതിയൊരാൾ അവിടെ വന്നിട്ടില്ല. ആത്മീയ രംഗത്തുള്ള മഹാന്മാരായ മശായിഖന്മാർ മരണപ്പെട്ടു പോയി. അവരെ കസേര അത് കിടക്കുകയാണ്. ആ സ്ഥാനത്തേക്ക് പുതിയൊരാൾ വന്നിട്ടില്ല. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വല്ലാത്തൊരു ഭയത്തിൽ തന്നെയാണ്. ഒരു വല്ലാത്ത തരം ഭയം നമ്മളെ പിടികൂടുന്നുണ്ട്. ഉലമാഇന്റെ മരണം അസാമാന്യമായ ദുഃഖമാണ് നമുക്കുണ്ടാക്കുന്നത്. ഉലമാഇനെ ആദരിക്കുന്നതും ഇൽമിനെ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനോടുള്ള ബഹുമാനമാണ്. അദ്ദീനു അൻ-നസീഹ എന്ന് പറഞ്ഞ ഹദീസിലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് അദ്ദീനു അൻ-നസീഹ ഖാലൂ ലിമൻ ഖാല ലില്ലാഹി വലിറസൂലിഹി, അല്ലാഹുവിനിക്കും റസൂലിനിക്കും എന്ന് പറഞ്ഞിടത്ത് ലില്ലാഹി വലിറസൂലിഹി എന്ന് പറഞ്ഞ ഭാഗം ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് കാണാം. അള്ളാഹുവിന്റെ ദീനിനെ പഠിപ്പിക്കുന്നവരെ സഹായിക്കുന്നത്, പഠിപ്പിക്കാൻ സഹായിക്കുന്നത്, അതിനെ സഹകരിക്കുന്നത്, അവരെ സ്നേഹിക്കുന്നതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള നസീഹത്താണ്. നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി മഹാനവറുകളുടെ മരണത്തിലുള്ള നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ ദീനീ രംഗത്തെ ചലനങ്ങളെ ജാഗ്രതയോടുകൂടി കാണുകയും ദീനീ വിദ്യാഭ്യാസത്തിന്റെ പൊതുവായ വളർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം. നാട്ടുദർസുകൾ ഉടനെ ആരംഭിക്കേണ്ടതാണ്. വിദേശികളായ മുത്തഅല്ലിമീങ്ങളെ കിട്ടിയാൽ മാത്രമേ ദർസുള്ളൂ എന്ന് വേണ്ട. ഇനി നമ്മുടെ ഉദവിയുടെ ഭാഷയിൽ പറഞ്ഞ സൺഡേ ക്ലാസ്സോ അല്ലെങ്കിൽ മൺഡേ ക്ലാസ്സോ എന്ത് പേരിട്ടാലും ഒരു പുതിയ പരിപ്രേക്ഷ്യമാകുന്നതിനൊന്നും വിരോധമില്ല. പ്രബോധനത്തിന്റെ പരിപ്രേക്ഷ്യം അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റപ്പെടുന്നതാണ്. പക്ഷെ എന്തായാലും ഒരു മുത്തഫരിദോ നൂറുൽ അബ്സാറോ ഫുതുഹുൽ മുഈനോ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫിഖ്ഹ് ക്ലാസ് നമ്മുടെ മഹല്ലുകളിൽ ആരംഭിച്ചിട്ടില്ലെങ്കിൽ ഓരോ ദിവസവും തിരുത്താനാവാത്ത തരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. ഒരു ഫഖീഹിന്റെ ഓർമ്മയ്ക്ക് ബഹുമാനപ്പെട്ട കേരളീയ സമൂഹത്തിന്
പതിറ്റാണ്ടുകളോളം ഫിഖ്ഹിലെ മാർഗനിർദ്ദേശനം നൽകിയ മാർഗദീപമായ ഒരു മഹാപണ്ഡിതനെ ഓർക്കുന്നതിന്റെ സ്മരണയ്ക്ക് നമ്മുടെ നാട്ടിൽ നമ്മൾ ഫിഖ്ഹ് ക്ലാസുകൾ ആരംഭിക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. നമ്മുടെ ഹുദവി പ്രസംഗിക്കാനുണ്ട്, ഭക്ഷണം വിതരണം ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ദുആ ചെയ്ത് അവിടുത്തെ പേർ ഖുർആൻ ഓതി ദുആ ചെയ്തിട്ടേ പിരിഞ്ഞു പോകാവൂ. അള്ളാഹു നമ്മുടെ ഈ സംഗമം കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് ഒരുപാട് അപൂർണതകളുണ്ട് തമ്പുരാനെ, നീ ഞങ്ങളോട് പൊറുക്കണേ റഹ്മാനെ. പൂർണ്ണമായ ഈമാനിനെ ഔദാര്യമായി നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി ഖിദ്മകൾ നിർവഹിച്ച ഉസ്താദുമാർ, അവരെ ഖിദ്മാത്തുകളെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഉഖ്റവിയായ സ്ഥാനം നീ അവർക്ക് വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ മരണത്തിന് ശേഷം ഈ സമുദായത്തെ ഫിത്നയിലേക്ക് തള്ളരുതേ റഹ്മാനെ. ഉഖ്റവിയായ ഉലമാക്കളെ കൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനെ. നാഫിയായ ഇൽമു കൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചറബ്ബേ, ഈ സദസ്സിൽ ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. സദാത്യങ്ങളുണ്ട്, ഉലമാക്കളുണ്ട്, സാധാരണക്കാരുണ്ട്. റബ്ബേ, ഞങ്ങൾക്കൊക്കെയും ഈമാനിനെ ഔദാര്യമായി നൽകണേ റഹ്മാനെ. പരിശുദ്ധമായ കലിമയുച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഖൽബിനെ ഗഫലത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. പടച്ച റബ്ബേ, മരണസമയം ഈമാനൂരപ്പെടുന്ന ആളുകളുണ്ട്. റബ്ബേ,